നമസ്കാരം, ഞാൻ സിംലു സോണി. ബൊട്ടിക് ടിപ്സിലെ 58ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ഐലറ്റ് വർക്കാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഉഷ ജനോമിയുടെ 450 എന്ന് പറയുന്ന മെഷീനിലാണ്. ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എംബെഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ ഐലറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കട്ട് വർക്കുകളാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ അക്കോബയിലൊക്കെ നമുക്ക് ചെറിയൊരു കട്ട് വർക്കുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിൽ ഇപ്പൊ നെക്ക്, അതേപോലെ സ്ലീവിനായിട്ടും പിന്നെ ടോപ്പിന്റെ അടിഭാഗം, സാരീസിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. സിംഗിൾ നീഡിൽ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിൽ ഒരു പരിമിതികളുണ്ട്. അതേസമയം നമ്മൾ മൾട്ടി നീഡിൽ മെഷീനിലാണ് ഈ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സെപ്പറേറ്റ് നീഡിൽ വരുന്നുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഫസ്റ്റ് നമ്മൾ വാട്ടർ സോൾബിൾ വെച്ച് അതിന് മീതെ നമ്മൾ ക്ലോത്ത് വെച്ച് ചുറ്റും കട്ട് ചെയ്തതിന് ശേഷമാണ് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക് വർക്കിൻ്റെ അതേ സ്റ്റെപ്പുകളാണ്. ഞാൻ ഇതിനു മുമ്പ് ആപ്ലിക് വർക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഐലറ്റ് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഈ ഹോം ഡെക്കർ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെന്ന് പറയുന്നത് നമുക്ക് വാൾ ഹാങ്ങിങ്സ്, ഹൂപ്പ് ആർട്ട്, കുഷ്യൻ കവർ, പിന്നെ അതേപോലെ തന്നെ ടേബിൾ റണ്ണർ, കർട്ടൻ, അതേപോലെ എംബ്രോയ്ഡറി ലാംപ് ഷെയ്ഡ്സിൽ അത്, പിന്നെ ബെഡ്ഷീറ്റ്, ടേബിൾ മാറ്റ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാറ്റിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്നും വീഡിയോസിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് ഒന്നും ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കൊരു ഫ്രീ ഡിസൈൻസ് കിട്ടുന്നത് കൊണ്ടോ ഇനി നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ നമ്മൾ എടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.